പേരെന്താ? സുനൈന. ഓക്കെ, രണ്ടുപേരും ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഓൺലൈനാണോ ഓഫ്ലൈനാണോ? ഓൺലൈൻ ക്ലാസ് ആണ്. ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത് രണ്ടുപേരും? ഞാൻ കോട്ടയം. തൃശ്ശൂർ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു GITDയുടെ ഈ ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എക്സ്പീരിയൻസ് ടൈലറിങ് ബേസിക് ആയിട്ട് അറിയായിരുന്നു കോഴ്സിന് ചേർന്നപ്പോഴേ. പിന്നെ ഒരു ഇത്തിരി കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ എന്ത് വന്നാലും ഒരു വെഡിങ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടിയത് ഇതിന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കൂടി ബാക്കിയുള്ളത്, അതായത് സ്റ്റിച്ചിങ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എംബ്രോയ്ഡറി ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് കോഴ്സ് വഴി കിട്ടുക. എനിക്ക് അതുപോലെ തന്നെ എന്താ പറയുക, സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വാലിഡാണ്. അപ്പോൾ നമ്മൾ അതുപോലെ പറഞ്ഞ് സ്റ്റിച്ചിങ് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അതിൻ്റെ A to Z അറിയും. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് GITD ബെറ്ററായിട്ട് തോന്നിയത് ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണുന്ന ഏടാണ് GITD. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം വന്നപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇത്രയും വർഷത്തെ ഒരു പാരമ്പര്യമുള്ള സ്ഥാപനമാണ് അല്ലേ GITD എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കോഴ്സിൽ വന്ന് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു തോന്നുന്നത്? ഓൺലൈൻ ആയത് കാരണമാണ് ഇതിലോട്ട് നടന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇട്ടറിഞ്ഞ് പോക്കൊന്നും നടക്കുകയില്ലായിരുന്നു. ഇതാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ടൈം സെറ്റ് ചെയ്ത് രാവിലെ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക്, അങ്ങനെ ഇന്ന ടൈമെന്നും പറഞ്ഞുകൊണ്ട് കറക്റ്റ് ഇതാക്കുന്നില്ല. നമ്മുടെ ഇതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഏറ്റവും വലിയ ഇത്. ക്ലാസ്സസ് ഉണ്ടാവുമ്പോൾ പറയുന്നത് എനിക്കിപ്പോൾ എന്തെങ്കിലും രാവിലെ പുറത്ത് പോയിട്ടാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഉള്ള കാരണം നമുക്ക് പിന്നെ ആയാലും അത് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നീട് അത് ക്ലിയർ ചെയ്യാനും ടീച്ചേഴ്സിന് അവൈലബിൾ ആണ് ഏത് ടൈമും അല്ലേ? ഇതിൽ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള സബ്ജക്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സിലാണെന്നുണ്ടെങ്കിലും GITDയുടെ മികവ് അതുപോലെ വരുന്നുണ്ടാവും. നമ്മളെയൊക്കെ അപേക്ഷിച്ച് ഇതിൽ വന്നതിന് ശേഷമാണ് സ്റ്റേജിൽ കയറി ഫാഷൻ ഡിസൈനർ എന്നുള്ള ഇതിൽ ഫാഷൻ ഹണ്ട് എന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് നമ്മൾ ചെയ്തത്. അപ്പം ഞാനും ഉണ്ടായിരുന്നു, അഞ്ജന ഉണ്ടായിരുന്നത്, മോഡൽ വരുന്നത്, ഡിസൈനർ വരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ നമ്മൾ വീട്ടിലിരുന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരാൾ ഇതേപോലെ മുന്നോട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ട് സാധിച്ചു. അതേപോലെ എല്ലാവർക്കും പറ്റിട്ട് ഇനിയുള്ള വരാൻ ഇരിക്കുന്ന, അതായത് അഡ്മിഷൻ എടുക്കാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? ഇതൊക്കെ തന്നെ ഇത്രയും ഷെയർ ചെയ്തത് കൊണ്ടാണ് ചോദിച്ചത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പരമാവധി യൂസ് ചെയ്യാം. അതെ.